പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുണ്ടക്കയം വിളങ്ങാട് വാഗമൺ റോഡിന്റെ പണികളെ കുറിച്ച് കാണിക്കുന്ന ഇപ്പോൾ നടക്കുന്ന പണികളെ കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമ്മുടെ മുണ്ടക്കയം വിളങ്ങാട് വാഗമൺ റോഡിന്റെ ഈ താഴെ നിന്നുള്ള നമ്മുടെ ഇളങ്കാട്ടിൽ നിന്ന്, അതായത് വലിയതിൽ നിന്ന് തുടങ്ങുന്ന ഈ ഭാഗത്തിന് ഇപ്പോഴും യാതൊരുവിധ മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ റോഡിന്റെ പണികൾ അവസാന ഘട്ടത്തിന് വേണ്ടി ഒരുപാട് സംഭവങ്ങളും വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഇതിന്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി തരാം. ഇത് വലിയന്തയിൽ നമ്മൾ കയറി പോകുന്ന ഭാഗങ്ങളാണ്. ഈ ഭാഗത്തെ റോഡിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ. എല്ലാവരും കരുതുന്ന പോലെയല്ല, ഈ ഭാഗത്തെ റോഡിന്റെ അവസ്ഥ ഇതാണ്. ജീപ്പുകളും ബൈക്കുകൾ, ഓട്ടോറിക്ഷയൊക്കെ രണ്ടുപേരെയൊക്കെ വെച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ തോടിയങ്കാട്ടിൽ നിന്ന് വരുന്ന കാനയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ 2 തവണ 2018-ലും 2020 ഉരുള് വന്ന് ഇവിടം കണ്ടമാനം നശിച്ചു പോയതാണ്. അവിടെ 3 കോടി രൂപയോളം മുടക്കി അവിടെ റിട്ടേണിംഗ് വാള് പണിത് സംരക്ഷിച്ചിരിക്കുന്നതാണ്. എന്നിട്ടും അതിനുശേഷമുണ്ടായ വലവെള്ളപ്പാച്ചലിൽ റോഡിന്റെ ഇരു സൈഡുകളിലും ഇതുപോലെ നശിച്ചു പോയി. അതിനുശേഷം ഇവിടുത്തെ ആ ചെറിയ കലിങ്ക് പോലെ ഉണ്ടായിരുന്ന ആ ഭാഗം വലുതാക്കി അല്പം കൂടെ വലിയ ഒരു പാലം പോലെ ആക്കിയിട്ടുണ്ട്. മഴക്കാലത്ത് ഇവിടുത്തെ വെള്ളച്ചാട്ടം വളരെ മനോഹാരിത ഉള്ളതാണ്. തോണിയങ്കാട് വാട്ടർഫോൾസ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. തോണിയങ്കാട്ടിൽ നിന്നുള്ള അരുവി ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇത് മഴക്കാലത്ത് ഇവിടെ അതിശക്തമായ ജലപ്രവാഹമാണ് ഇവിടെ ഉണ്ടാകുന്നത്. എനിക്കിവിടെ ഒരു നിർദ്ദേശം വെക്കുവാനുള്ളത്, നമ്മുടെ ഈ ഭാഗത്ത് ഇതിന്റെ വലത് സൈഡ് ഇവിടുന്ന് കുത്തി ഒഴുകി വരുന്ന ആ വെള്ളം, മലവെള്ളം അല്ലെങ്കിൽ ഉരുൾപൊട്ടി വരുന്ന വെള്ളം നമ്മുടെ റോഡിലേക്ക് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കടന്നതാണ് ഇത് നമ്മുടെ റോഡ് നശിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്ത് ഒരു റിട്ടേണിംഗ് വാള് പണിയുകയാണെങ്കിൽ, കോൺക്രീറ്റിന്റെ റിട്ടേണിംഗ് വാള് ഈ ഭാഗത്തുണ്ടെങ്കിൽ, നമ്മളെ എഞ്ചിനീയർ ഒന്നുമല്ല, എന്നാലും നമ്മുടെ സാങ്കേതിക വശവും ഈ നാട്ടിലെ ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഈ കടന്നു വരുന്ന ഈ മുകളിൽ നിന്ന് തോട്ടിൽ നിന്ന് വെള്ളം വരുന്ന ഈ സൈഡ്, ഇതിന്റെ നമ്മുടെ തോടിന്റെ ഇടത് സൈഡ്, റോഡിന്റെ വലത് സൈഡായിട്ട് ഈ ഭാഗത്ത് ഒരു റിട്ടേണിംഗ് വാള് പണിയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ റോഡിലേക്ക് മലവെള്ളം ഒഴുകി എത്തുന്നത്, ഈ റോഡിലേക്ക് കടന്നു വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഏതാണ്ട് 2 തവണ അല്ലെ 3 തവണ ഈ ഉരുള് പൊട്ടി ഇതിലെ വെള്ളം വന്ന് കവിഞ്ഞു പോയിട്ട് ഏതാണ്ട് 3 കോടി രൂപയോളം മുടക്കിയാണ് ഈ റോഡ് ഇത്രയും ഭാഗം നഷ്ടപ്പെട്ടു പോയത്, ശരിയാക്കിയിരുന്നിരിക്കുന്നത്. ശരിക്കും ഈ നാട്ടിലെ ജനങ്ങളിലെ ഈ റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നുള്ള ഈ കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. കാരണം ഈ ഇത്രയും ഭാഗം പണി കിടന്നിട്ട്, അതായത് 7 കിലോമീറ്റർ മൊത്തം ടാറിങ്ങിനായിട്ടുള്ള പണികൾ കിടക്കുമ്പോൾ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഭാഗം ഒഴിവാക്കിക്കൊണ്ട്, അതായത് ഈ തകർന്നു പോകാൻ അല്ലെങ്കിൽ മഴക്കാലത്ത് പണിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രദേശം വിട്ടുകൊണ്ടാണ് ഇപ്പോൾ തങ്ങളുപാറയ്ക്ക് തൊട്ടടുത്ത് വരെ കോലാലപ്പേട്ടിൽ നിന്ന് പണി തീർത്ത് ഒരു ലെയർ ആദ്യത്തെ ഘട്ടം എൻ്റെ ടാറിങ് പൂർത്തീകരിച്ചിട്ട് മുണ്ടക്കയം വിളങ്ങാട് വാഗമൺ റോഡിൻ്റെ പണികൾ തീരാറായി എന്നുള്ള വാർത്ത കേൾക്കുന്നത്. ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഇതിൻ്റെ 5.5 കിലോമീറ്ററോളം ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ പ്രദേശം, അല്ലെങ്കിൽ മഴക്കാലത്ത് പണിയാൻ സാധിക്കില്ലാത്ത പ്രദേശത്ത് ഇപ്പോഴും പണികൾ കിടക്കുകയാണ്. നിങ്ങൾ ഈ റോഡ് മുഴുവനായിട്ട് കാണണം. ഇത് ഒരു തവണ ടാറിങ്ങിനായിട്ട് ഏറ്റവും മുകൾ ഭാഗം വരെ ഇതിൻ്റെ പണികൾ 99% തീർന്നായിരുന്നു. ടാറിങ് അവിടുന്ന് നടക്കാതെ ഈ റോഡ് ഇവിടെ കിടന്ന് നശിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ മുണ്ടക്കയം തൊട്ട് വലിയന്ത വരെയുള്ള ഭാഗം മാത്രമേ ടാർ ചെയ്തുള്ളൂ. അതേസമയം നമ്മുടെ ഇവിടുത്തെ ടാറിങ് ഈ ഏറ്റവും ടോപ്പിൽ മേലത്തരത്തിന് മുകളിൽ, അതായത് കോലാലമേട് തൊട്ട് മുണ്ടക്കയത്തിൽ ചെയ്തിരുന്നെങ്കിൽ ഈ റോഡ് ഇങ്ങനെ നശിച്ചു പോവുകയില്ലായിരുന്നു. ഇപ്പോൾ ഇതിന് വീണ്ടും 17 കോടി രൂപ ആണ് ഫണ്ട് അനുവദിച്ചത്. 14,99,00,000
രാജീവ് പാമ്പാനിയിലാണ് ഇതിൻ്റെ ടെൻഡർ എടുത്തത്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 20/10/2025 ഇതിൻ്റെ പണികൾ ആരംഭിച്ചു. 11 മാസമാണ് കാലാവധി ഉള്ളത്. 20/9/2026 ആകുമ്പോൾ ഇതിൻ്റെ പണികൾ മുഴുവനായി തീരണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ പണികൾ തീരുമോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം നമുക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഈ പരുവത്തിൽ കിടക്കുന്ന റോഡ് പോലും മഴ പെയ്യാൻ തുടങ്ങിയാൽ ജൂൺ മാസത്തിൽ, ഇപ്പോൾ ഏതാണ്ട് ജൂൺ മാസം തീരാറായി, അതുവരെ ശക്തമായ മഴ ഇതുവരെ പെയ്തിട്ടില്ല. 1-2 ചെറിയ മഴകൾ മാത്രമേ പെയ്തിട്ടുള്ളൂ. ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്ന റോഡ് പോലും, ഇപ്പോൾ ഈ ചെറിയ രീതിയിൽ ജീപ്പുകൾ, കാറുകൾ തിരിച്ചിറങ്ങി പോകത്തേ ഉള്ളൂ. കാറുകൾ കയറി പോകാൻ പാടാണ്. എന്നാലും ഓട്ടോറിക്ഷ പോലും കയറി പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴി ഇനി നല്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതവസ്ഥയിലായി തീരുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. അതുപോലെ തകർന്നു പോകും. ഫണ്ട് അനുവദിക്കുന്ന ജനപ്രതിനിധികൾ ഇതിൻ്റെ കാര്യക്ഷമമായ രീതിയിൽ ഈ ഭാഗത്ത് ആദ്യം നടക്കേണ്ട പണികൾ നടക്കുവാൻ വേണ്ടിയിട്ട് കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല. അത് വാർഡ് മെമ്പർ തൊട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ MP വരെയുള്ള ഒരു ജനപ്രതിനിധികളെ എടുത്താൽ, പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ, ഇവരൊന്നും ഇതിന് വേണ്ടത്ര ഒരു പരിഗണന ഇപ്പോഴും നൽകുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അവരിതിന് നല്ല രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഈ കാലാവസ്ഥ നല്ല രീതിയിൽ അറിയാവുന്ന ഈ ജനപ്രതിനിധികൾ അതിൻ്റേതായ രീതിക്ക് ഈ മഴക്കാലത്തിന് മുന്നേ ഇത്രയും ഭാഗത്ത് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് അവരൊരു ശ്രദ്ധ കൊടുത്തേനെ. പക്ഷെ അതിവിടെ നമുക്ക് കാണുവാൻ സാധിച്ചില്ല. ഏതാണ്ട് 2009 തുടങ്ങിയതാണ് ഈ ഭാഗത്തെ പണികൾ. ഈ പുതിയ റോഡിന് വേണ്ടിയിട്ട്, അതായത് ഇവിടുത്തെ വലിയ വിഭാഗം ജനങ്ങൾ 10-35 വർഷം മുന്നേ എല്ലാം കൂട്ടായ്മയുടെ ഫലമായിട്ട് വെട്ടിയെടുത്ത റോഡാണ്. അതിന് ഫണ്ട് അനുവദിച്ച് പണികൾ തുടങ്ങിയ 2009 തുടങ്ങിയ പണികൾ ഇതുവരെ ഈ ഭാഗത്ത് തീർക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. നമ്മൾ ഈ ഇപ്പോൾ കടന്നു പോകുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വഴി അവരുടെ അലൈൻമെൻറ്റ് ചെയ്തു വെച്ചതിൻ്റെ അകത്തുണ്ടായ ഒരു തെറ്റ് എന്ന് വേണം പറയാം. ഇവിടെ ഒരു എസ് വളവാണ് നിലവിലുള്ളത്. ഈ എസ് വളവിൻ്റെ അവിടെ ഒരു വലിയൊരു കെട്ട് തന്നെ ഉണ്ടായിരുന്നു. ആ കെട്ട് ഇടിഞ്ഞു പോകാറായി ഇരുന്ന് ആ കെട്ടിന് വേണ്ടിയിട്ട് ആ കെട്ടിൻ്റെ അത്രയും ഭാഗവും ഒരു റീറ്റെയിനിങ് വാള്, വലിയൊരു റീറ്റെയിനിങ് വാളിൻ്റെ പണിയാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. ഈ റീറ്റെയിനിങ് വാളിൻ്റെ പണികൾ തന്നെ തുടങ്ങിയിട്ട് ഏതാണ്ട് 4 മാസക്കാലമായി. വേണ്ടത്ര പണിക്കാരോ വേണ്ടത്ര സംവിധാനങ്ങളോ ഇല്ലാതെ പണിയുന്നതുകൊണ്ട് മാത്രമാണ് ഈ റീറ്റെയിനിങ് വാൾ ഇത്രയും നീണ്ടുപോയത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ആവശ്യത്തിന് യന്ത്ര സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ അജാസ് പോലെയുള്ള കോൺക്രീറ്റ് മെഷീൻസ് ഒന്നും ഉപയോഗിക്കാതെ ഈ ചെറിയ കോൺക്രീറ്റ് മെഷീൻ ഉപയോഗിച്ചാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് നടക്കുന്നത്. എസ് വളവിൻ്റെ ഭാഗത്ത് കിടക്കുന്ന റീറ്റെയിനിങ് വാളിൻ്റെ കോൺക്രീറ്റ് അതിൻ്റെ പണികൾ ഏതാണ്ട് പകുതിയോളം എത്തിയിട്ടുണ്ട്. റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് പകുതിയോളം എത്തിയിട്ടുണ്ട്. ഇതാണ് വിളങ്കാട് വാഗമൺ റോഡിൻ്റെ നമ്മുടെ മേലേത്തരം ഭാഗത്തെ എസ് വളവിലെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ പണികൾ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർക്ക് 25 കിലോമീറ്റർ ലാഭമാണ് വാഗമൺ എന്ന് പറയുന്ന സ്വപ്നസുന്ദരമായ ആ പ്രകൃതി രമണീയമായ സ്ഥലത്തെത്തുവാൻ വേണ്ടി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കാര്യം. നമ്മൾ കാറുകൾ കയറി പോകുകയല്ല എന്ന് പറഞ്ഞ് ഇത്രയും ഭാഗത്ത് വളരെ ടഫാണ് കാറുകൾ കയറി പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കാറ് കയറി പോകുന്നത്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ അവിടെ മിറ്റിലും അതുപോലെ ഇതിൽ അല്പം കയറ്റമുള്ള സ്ഥലമായതുകൊണ്ടാണ് കാറുകൾ കയറി വന്നാൽ ഇവിടെ കൊണ്ട് ചിലപ്പോൾ അത് സ്ലിപ്പായി വണ്ടി കയറാതെ കടന്നു പോകും. അതുകൊണ്ട് തിരിച്ചു പോവുകയെ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടുന്ന് കാറുകൾ കയറി വരരുത് എന്ന് തന്നെ നമ്മൾ പറയുന്നത്. വഴി ബ്ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട് അവർ താഴെ. റോഡ് ക്ലോസ്ഡ് എന്നുള്ള ബോർഡ് അവർ വെച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ജീപ്പ് പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷേ സമയം അല്പം വൈകിയതുകൊണ്ട് പണിക്കാരുടെ വണ്ടി കടന്നുപോയി. തുടർന്ന് നടന്നു കയറി വരാനുള്ള എൻ്റെ ശ്രമം നമ്മൾ തുടങ്ങിയ സമയത്താണ് മറ്റൊരു വണ്ടി നമ്മുടെ കോലാലപേട്ടിലേക്ക് പോകുന്ന പണിക്കാരെ കൊണ്ട് പോകുന്ന ഒരു വണ്ടി കിട്ടിയത്. അതുകൊണ്ടാണ് ഇതുപോലൊരു വീഡിയോ നമുക്ക് എടുക്കാനും
ആ വീഡിയോ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചത്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയും ഈ റോഡിൻ്റെ ഏതാണ്ട് 90% നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുവാനും നിങ്ങൾക്ക് മനസ്സുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ റോഡിനെ കുറിച്ചുള്ള പരിപൂർണ വിവരം ഈ റോഡ് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും നാട്ടുകാർക്കും എല്ലാം ഇത് അറിയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ കരുതുന്ന പോലെ വളരെ കുറച്ച് ദൂരം മാത്രമേ ഇതിൻ്റെ പണി തീരാനുള്ളൂ. ബാക്കിയുള്ള ഭാഗം എല്ലാം പണി തീർന്ന് ടാറിങ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് വണ്ടികൾ നമ്മുടെ ഈ റൂട്ടിൽ കൂടെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. വന്നേച്ചെല്ലാം തിരിച്ചു പോവുകയാണ്. പിന്നെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾക്ക് എങ്ങനെയും അത് ശരം കഷ്ടപ്പെട്ട ആണെങ്കിലും അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ വേണ്ടി പുതിയ റോഡിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഈ റോഡിൻ്റെ പണികളുടെ കാലാവധി 3 മാസമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ പോലും അതിൻ്റെ തെളിവ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിവരാവകാശ രേഖ പ്രകാരമാണ് കിട്ടിയത്. എങ്കിൽ പോലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ 3 മാസം കൊണ്ട് ഒരു കാരണവശാലും ഈ റോഡിൻ്റെ പണികൾ തീരെയല്ല. കാരണം നമുക്ക് ഈ ചെല്ലുന്ന സ്ഥലത്ത് ഒരു കലുങ്കിൻ്റെ പണി ഉണ്ടായത്. ആ കലുങ്കിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിലെ പണി തീർത്തപ്പോൾ തന്നെ ഏതാണ്ട് 4 മാസക്കാലം എടുത്തു. അതിൻ്റെ മറുവശം ഇപ്പോൾ പൊളിച്ചിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ പൊളിച്ചിട്ട് ആ കലുങ്കിൻ്റെ അത്രയും ഭാഗത്തെ പണി തീരണേ തന്നെ ഇവരുടെ ഇപ്പോഴത്തെ പണിയുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 4 മാസം പിടിക്കും. പിന്നെ എങ്ങനെ ഈ 3 മാസം കൊണ്ട് ഈ റോഡിൻ്റെ പണി തീരും? പണി തീർക്കണമെങ്കിൽ തീർക്കാൻ സാധിക്കും. കാരണം വേണ്ടത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നൊരു കലുങ്കിൻ്റെ പണി ഒരു കോൺക്രീറ്റ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് 1-1.5 മാസങ്ങൾക്കൊണ്ട് തീർക്കാൻ പറ്റും. അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്ക് മെറ്റിലിടുകയും ഓടയുടെ ഉൾപ്പെടെയുള്ള പണികളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ച് വെക്കുകയും മഴ കുറയുന്നതോടുകൂടി ഇതിൻ്റെ ടാറിങ് പണികളിലേക്ക് കടക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം ഇത് തീരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ വാർഡ് മെമ്പർ ഉൾപ്പെടെ എല്ലാ ജനപ്രതിനിധികളും ഇതിനു വേണ്ടിയിട്ട് ഉത്സാഹിച്ച് വേണ്ട സപ്പോർട്ട് പൊതുജനങ്ങൾക്ക് കൊടുത്ത് പൊതുജനങ്ങൾക്ക് കൂട്ടായിട്ടൊരു ശ്രമം നടത്തിയെങ്കിൽ മാത്രമേ ഇതിന് പണികൾ തീരുള്ളൂ. അതുമല്ല, ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ആ പ്രദേശത്തെ ജനങ്ങളുമായിട്ട് ഇവർക്കൊരു ബന്ധം വേണം. എങ്കിൽ മാത്രമേ ഓരോ പ്രദേശത്തുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിൽ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതുപോലെ ഉരുൾ പൊട്ടിയാൽ സാധാരണ ഏത് കാനയിൽ കൂടിയാണ് കൂടുതൽ വെള്ളവും ഇതൊക്കെ വരുന്നതെന്ന് അറിയുവാനും ആ പ്രദേശത്തെ അതിൻ്റേതായ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാട്ടുകാരുടെ ഒരു അഭിപ്രായങ്ങൾ കൂടി ശേഖരിച്ചുകൊണ്ടും ഈ പണികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പണികൾ തീർക്കാം. ഇപ്പോൾ തന്നെ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന കലുങ്കുകളിൽ എല്ലാം പൈപ്പ് ഇട്ടു. ഈ പൈപ്പ് എന്ന് പറയുന്നത് ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യേണ്ട പണികളാണ്. ഈ പൈപ്പ് കൊണ്ട് ഈ മലയോര ഗ്രാമത്തിൽ ഈ മലകളിൽ മേലത്തരം പോലെയുള്ള ഭാഗത്ത് കൊണ്ട് പൈപ്പ് ഇടുകയും ഉരുള് പൊട്ടി വന്നാൽ പെട്ടെന്ന് അത് അടഞ്ഞിട്ട് അതുവഴി വലിയ രീതിയിൽ റോഡിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള നമ്മുടെ നേർക്കാഴ്ചയാണ്. നേരത്തെ കലുങ്ക് പണിതുകൊണ്ടിരിക്കുന്ന ഭാഗം കാണിച്ചിരുന്നു. അപ്പോൾ ആ കലുങ്കിൻ്റെ ഒരു സൈഡിലെ കോൺക്രീറ്റ് തീർന്ന അടുത്ത സൈഡിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. അടുത്ത സൈഡിലെ പണികളാണ് ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പും യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം വീഡിയോകൾ ചെയ്തിരുന്നു. ആ വീഡിയോകളിലെല്ലാം വേണ്ടത്ര വേഗത പണികൾക്കില്ല. അതുകൊണ്ട് മഴക്കാലത്തിന് മുന്നേ തീരാൻ സാധ്യതയില്ല നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോഴെല്ലാം നമ്മളെ ഒരുപാട് പേര് വിമർശിച്ചു. അപ്പോൾ ഈ ഭാഗത്ത് ഒരു കെട്ടിന് വേണ്ടിയിട്ട് അവിടെ ഫൗണ്ടേഷൻ എടുക്കുകയും കല്ലുകൾ കൂട്ടിയിടുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾ വിമർശിച്ചത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ, ഇനിയും ഇതിന് കാലാവധി ഉണ്ട്, അതുകൊണ്ട് ആണ് ഈ സാവകാശം പണിയുന്നതെന്നാണ്. പക്ഷേങ്കിൽ നമ്മൾ വിവരാവകാശ രേഖ പ്രകാരം അത് അന്വേഷിച്ചപ്പോൾ അതിന് നമുക്ക് കിട്ടിയ മറുപടിയാണ് വെറും 11 മാസമേ ഈ റോഡിനുള്ള കാലാവധി കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾ ഈ വിവരം സത്യത്തിൽ അറിയുന്നില്ല. സാധാരണ ജനവിഭാഗങ്ങൾ ഇപ്പോഴും വഞ്ചിതരാകുകയാണ്. അല്ലെങ്കിൽ പൊതുജനം ഇപ്പോഴും കഴുതകളാണ് എന്ന് വേണം പറയുവാൻ. കാരണം പൊതുജനം സംഘടിക്കും എന്ന് കരുതിയായിരിക്കണം ഇവരെല്ലാം ഇത് ഇനി കാലാവധി ഉണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരത്തുകയും, അതുതന്നെയല്ല ഒരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ തന്നെ ഇതിൻ്റെ പണികൾ തീരാറായി ടാറിങ് ചെയ്ത അത്രയും ഭാഗങ്ങൾ മാത്രം കാണിക്കുകയും റീൽസും മറ്റു കാര്യങ്ങളൊക്കെ ഇടുകയും ചെയ്തപ്പോൾ ജനങ്ങൾ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെട്ടു. ഈ ഭാഗം അത് അതികഠിനമായ രീതിയിൽ പോയതായിരുന്നു. അപ്പോൾ അവരുടെ വണ്ടികൾ കൂടി ഓടേണ്ടതുകൊണ്ട് അത്രയും ഭാഗം വണ്ടി ഓടുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. അത്യന്തം പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇതിനെ യാത്ര ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ ചുരുങ്ങിയ കിലോമീറ്ററുകൾ കൊണ്ട് തന്നെ നമുക്ക് വാഗമണ്ണിൽ എത്തിച്ചേരാം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഈ റോഡ് നന്നായി കഴിഞ്ഞാലുള്ള ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കിവിടെ കാണാം ഈ മഴവെള്ളം വരുമ്പോൾ റോഡ് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണികളിൽ റോഡിന് ചെറിയ വെട്ടിത്താപ്പൊക്കെ കൊടുത്തുകൊണ്ട് ഒരു സൈഡിലേക്ക് വെള്ളം തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം അവർ നടത്തിയേക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നേരത്തെ ഒരു ക്രഷർ അക്ഷയ ബിൽഡേഴ്സ് ഇതിൻ്റെ റോഡ് ടാറിങ്ങിന് വേണ്ടിയിട്ട് മെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു ക്രഷർ ഉണ്ടായിരുന്നു. ആ ക്രഷറിൻ്റെ ഭാഗം പൊളിച്ചു നീക്കി ഇപ്പം ആ ഭാഗത്ത് ഒരു കെട്ട് നടക്കുന്നുണ്ട്. പല സ്ഥലത്തും നമ്മൾ റോഡിൻ്റെ താഴത്തെ സൈഡ് കെട്ടാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് റോഡിൻ്റെ മുകൾ വശത്തും ഒരു കെട്ട് കെട്ടി അതിന് തൊട്ട് മുകളിൽ കൂടെ ഈ റോഡിങ്ങനെ കറങ്ങി പോകുന്നതുകൊണ്ട് അവിടെ ഒരു സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ദിവസങ്ങൾ എടുത്തു എന്ന് വേണം പറയാൻ. കാരണം ആവശ്യത്തിന് പണിക്കാരുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നടക്കേണ്ടതായിരുന്നു. അതുപോലെ ഈ ഭാഗം വലിയ രീതിയിൽ തകർന്ന് കിടന്ന ഭാഗമാണ്. ആ ഭാഗമൊക്കെ അവർ നന്നാക്കിയിട്ടുണ്ട്. കാരണം അതിൻ്റെ അങ്ങേ സൈഡിൽ കൂടെ ഓടയെല്ലാം മണ്ണ് വീണ് അടഞ്ഞ് കിടന്നിരുന്നതാണ്. വഴി അതുപോലെ പോയി കിടന്നതാണ്. ആ ഭാഗത്തെല്ലാം കുറേ മെറ്റീരിയലുകളൊക്കെ ഇട്ട് വഴി സഞ്ചരിക്കാത്ത പരുവത്തിലാക്കിയിട്ടുണ്ടെന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ വേണ്ടത്ര രീതിയിൽ ഇപ്പോഴും പണി നടക്കുന്നില്ല എന്നുള്ളത് കാര്യം 100% സത്യവുമാണ്. ഏതാണ്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ കോലാലപ്പേട് ഭാഗത്തേക്ക് എത്താൻ സാധിക്കും. വെള്ളിയന്തയിൽ നിന്ന് ജീപ്പിൽ യാത്ര ചെയ്ത 20 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് 20 മിനിറ്റ് ആ സമയം കൊണ്ട് നമുക്ക് കോലാലപ്പേട് ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവിടുന്ന് ഒരു 10 മിനിറ്റ് കൂടി യാത്ര ചെയ്താൽ നമുക്ക് കോലാലപ്പേട് വാഗമൺ റോഡിലേക്ക് കയറാൻ സാധിക്കും. ടാറിങ് റോഡാണ്, വഴിയാണ് ആ ഭാഗത്ത്. ഈ ഭാഗത്തായിരുന്നു ക്രഷർ നേരത്തെ ഉണ്ടായിരുന്നത്, അത് പൊളിച്ചു കളഞ്ഞു. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് വലിയൊരു കെട്ട് കെട്ടാൻ വേണ്ടിയിട്ട് കല്ലിറക്കിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഉണ്ട്, അവിടെ പണി നടക്കുന്നുണ്ട്. ഈ ഭാഗം തൊട്ട് കോലാലമേട് വരെയുള്ള യാത്ര വളരെ എളുപ്പമാണ്. കാരണം ആ രീതിയിൽ റോഡ് നല്ലോണക്ക് ഇവിടെ പണിതിട്ടിട്ടുണ്ട്. അതിനാൽ ഇപ്പം നിലവിൽ ഒരു ഘട്ടം ടാറിങ് പൂർത്തിയായ സ്ഥലത്തു നിന്ന് ബാക്കി അടുത്ത ഘട്ടം ടാറിങ് ഇപ്പോൾ നമ്മൾ കണ്ട ആ പാറയുടെ തൊട്ടടുത്ത് വരെയുള്ള ഭാഗത്ത് വരെ ടാർ ചെയ്യും. അതായത് 2 കിലോമീറ്ററോളം ദൂരം, അത്രയും ദൂരം ടാർ ചെയ്യും എന്നാണ് നമുക്ക് കിട്ടിയ ഒരു വിവരം. ഇത് എത്ര കണ്ട് സത്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ടാറിങ്ങിന് എത്ര തയ്യാറെടുത്തു പറഞ്ഞാലും കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ടാറിങ് നടക്കില്ല. കാരണം കാലാവസ്ഥ അനുകൂലമായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയം അവർ കോലാലമ്പേട് ഭാഗം ആണ് പണിതുകൊണ്ടിരുന്നത്. ഏതാണ്ട് 7 മാസക്കാലം അത്രയും ഭാഗത്തെ പണികളാണ് പ്രധാനമായിട്ടും നടന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇനിയുള്ള 3 മാസങ്ങൾ കൊണ്ട് പണി തീരുകയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മുടെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചുകൊണ്ട് പണി തീരാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ ചിലപ്പോഴാണെങ്കിൽ അവർ പിടിച്ചിരിക്കുന്ന ആ 14,99,00,000 എന്ന തുകയിൽ നിന്ന് തുക വർദ്ധിച്ച് കിട്ടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ കാലാവധി നീട്ടി കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പണി തീരുമായിരിക്കും. പണി തീരണമെന്നുണ്ടെങ്കിൽ 100% ഇപ്പോഴും ഞാൻ പറയുന്നു, ജനപ്രതിനിധികൾ ഇതിന് വേണ്ട പരിഗണന കൊടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ നിന്നാൽ മാത്രമേ ഈ പണികൾ തീരുകയുള്ളൂ. ഇനിയുള്ള മഴക്കാലത്ത് ഇവിടെ നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ റിസോർട്ടുള്ള സ്ഥലമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇളങ്കാട്ടിൽ നിന്ന് നോക്കിയാലും ഇത് കാണാം, എന്തേറ്റിൽ നിന്ന് നോക്കിയാലും കാണാം. ഇപ്പോൾ റിസോർട്ടുകളിലേക്കുള്ള ഒഴുക്കാണ് നമ്മുടെ കാലാവസ്ഥ മൺസൂൺ ആരംഭിച്ചപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ റോഡിൻ്റെ ഏറ്റവും നല്ല മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പ്രദേശമാണ്. ഈ ഭാഗത്തെ ടാറിങ്ങിന് ആയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരു ഘട്ടത്തിൽ പൂർത്തിയായതാണ്. ആ സമയത്തായിരുന്നു ഇലക്ഷൻ. പിന്നീട് ഇത് കാര്യമായിട്ട് പണികളൊന്നും നടന്നിട്ടില്ല. കാരണം ഉടൻ ടാർ ചെയ്യും എന്നുള്ള ഒരു ആകാംക്ഷയിൽ ജനങ്ങളെ നിർത്തി പറ്റിക്കുമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അല്ലെങ്കിൽ ഇത് ആ വേനൽക്കാലത്ത് തന്നെ കഴിഞ്ഞ ഏപ്രിൽ തന്നെ ഇത്രയും ഭാഗത്തെ ടാറിങ് പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ഇത്തവണ തീർന്നില്ല, ഇനിയില്ല. ഇതിന് ജനങ്ങൾ വേണമെങ്കിൽ ഇതിനു വേണ്ടി മെനക്കെട്ടോണം. ഇല്ലെങ്കിൽ നമുക്ക് കിലോമീറ്ററുകൾ ലാഭിച്ച് ഇവിടെ എത്തിച്ചേരാനുള്ള ഈ ഒരു നല്ലൊരു സഞ്ചാരപാത ഇത് ചിലപ്പോൾ പണി തീരാതെ ഇവിടെ നശിച്ച് നാരായണക്കല്ലായി പോകാനുള്ള സാധ്യതയാണ് നമ്മുടെ കൺമുന്നിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ മുണ്ടക്കൈ മുളകാട് വാഗമണ്ണിൻ്റെ നമ്മുടെ വാഗച്ചൂട് ഭാഗത്തേക്ക് അടുക്കുന്ന ആ ഭാഗം. അതായത് ടാറിങ് പണികൾ പഴയ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ടാറിങ് അതിൻ്റെ ഇപ്പുറത്തോട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് പോളിങ് ചെയ്തിട്ടേ ഉള്ളൂ, മിറ്റലിങ് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മാസങ്ങൾക്ക് മുന്നേ തന്നെ കാണിച്ച അതേ കാഴ്ച തന്നെയാണ് ഇപ്പോഴും കാണിക്കാനുള്ളത്. അതിൻ്റെ അപ്പുറത്തോട്ട് യാതൊന്നും മാറ്റവും ഈ ഭാഗത്തൊന്നും നടന്നിട്ടില്ല. ഇതിൻ്റെ ടാറിങ് പണികൾ നടക്കുന്നതിൻ്റേതായിട്ട് ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല.
വീണ്ടും ഉടൻ ടാറിങ് ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ ഇപ്പോൾ പഴയ മിറ്റിട്ടതിന് പുറമെ അതിൻ്റെ മിറ്റിൽ ഇളകിപ്പോയതും അതുപോലെ ഇതിൻ്റെ ഒഴുക്കിൽപ്പെട്ട് നഷ്ടപ്പെട്ടതുമായ പ്രദേശങ്ങളിലെല്ലാം വീണ്ടും വിട്ട് അത് ലെവൽ ചെയ്ത് ഉറപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. അപ്പോൾ ഉടൻ തന്നെ അത്രയും ഭാഗത്തേക്കുള്ള ടാറിങ് നടക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. നടന്നെങ്കിൽ നടന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണികൾ നമുക്ക് കാണാം. വെറ്റിൽ നിരത്തുന്നതും അത് ലെവൽ ചെയ്യുന്നതും ഉറപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ കുരിശുമലയ്ക്ക് തിരിയുന്ന ആ റോഡിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ്. നമുക്ക് ഈ റോഡ് ഇപ്പോൾ ഏകദേശം എത്രയായി, എവിടെയാണ് പണി നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും മടിക്കരുത്. ഇത് നമ്മുടെ ആ കാണുന്ന ആ ബോർഡുകളിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ വാഗമണ്ണിന് പോകുന്ന വഴി. അപ്പോൾ ഈ ഷോളിങ് അവസാനഘട്ട ഷോളിങ് മിറ്റിലിങ്ങും എല്ലാം ഇവിടെ ഈ ഭാഗം പൂർത്തിയായി വരുന്നു. ഇത്രയും ഭാഗത്തെ ടാറിങ് ഉടനെ നടക്കുമായിരിക്കും എന്ന് മാത്രമേ നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ടാറിങ് നടന്നതായിട്ട് ഉള്ള വാർത്തകളൊക്കെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വീഡിയോ ഇട്ടിരിക്കുന്നത്. സാറേ എന്നാണ്
പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നമ്മുടെ ചാനലിൽ എല്ലാ തരത്തിലുമുള്ള വീഡിയോകളുണ്ട്. അതുകൊണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.